മിഥുനൊന്ന് തുടരാമോ? ശ്രീ കെ സി വേണുഗോപാൽ ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ കെ സി, ഡൽഹിയിൽ കോൺഗ്രസും ആം ആദ്മിയും ഒരുമിച്ച് നിൽക്കുന്നു. ഇലക്ഷൻ വരാനിരിക്കുന്ന സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ആദ്യമായ ഒരു മുഖ്യമന്ത്രിയെ ED അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത്. എങ്ങനെയായിരിക്കും പ്രതികരണം കോൺഗ്രസിന്റേത്? ഏതു തരത്തിലുള്ള പ്രതിഷേധമായിരിക്കും? ഈ വാർത്തയിൽ താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യത്തെ പൂർണ്ണമായും കശാപ്പ് ചെയ്യുന്ന രീതിയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ തെരഞ്ഞെടുപ്പ് നിൽക്കുമ്പോഴാണ് ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവും മുഖ്യമന്ത്രിയുമായിട്ടുള്ള കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആഴ്ചകൾക്ക് മുമ്പ് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയെ ഇതുപോലെ അറസ്റ്റ് ചെയ്തു. നിയമത്തിന്റെ വഴിക്ക് പോകുന്നതിന് ആരും എതിരല്ല. പക്ഷെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് നിയമം BJPയുടെയും അതുപോലെ തന്നെ മോഡിയുടെയും വഴിക്ക് മാത്രമേ പോകൂ എന്നുള്ള രീതിയാണ്. പ്രതിപക്ഷ പാർട്ടികളെ കോർണർ ചെയ്ത് അവരെ ജയിലിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢപദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇതിനെയും കാണാൻ കഴിയുക. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇലക്ഷനിൽ കൊടുക്കാതിരിക്കുക. ഒരു പാർട്ടി മാത്രം പ്രവർത്തിച്ചാൽ മതി, അവർ മാത്രം ക്യാമ്പയിൻ ചെയ്താൽ മതി, മറ്റെല്ലാവരും അഴിമതിക്കാരാണെന്ന് കാണിച്ച് അവരെ അറസ്റ്റ് ചെയ്യുക. അതിന് ED പോലെയുള്ള IT പോലെയുള്ള CBI പോലുള്ള ഏജൻസികളെ ദുരുപയോഗം ചെയ്യുക. ഇതാണിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത നമ്മുടെ നാടിന്റെ ജനാധിപത്യ സ്വഭാവങ്ങളെ ആകമാനം മാറ്റിമറിക്കുന്ന ഏറ്റവും നഗ്നമായ ജനാധിപത്യ ലംഘനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഇന്ത്യ രാജ്യം ഇതിനെയൊക്കെ തന്നെ ഒരുപാട് കണ്ടാണ് ഇത്തരം നീക്കങ്ങളെ, ജനാധിപത്യ വിരുദ്ധ നീക്കങ്ങളെ എല്ലാ കാലത്തും അവർ ചേർത്തിട്ടുണ്ട്. ഞങ്ങൾ ജനങ്ങളുടെ അടുത്തൊക്കെ പോവും, ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കും, ജനങ്ങൾ ഇതിനെതിരായിട്ടുള്ള പോരാട്ടം നടത്തും. അന്തിമ വിജയം ഇന്ത്യ സഖ്യത്തിനായിരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഒരു സ്വാഭാവിക പ്രതിഷേധത്തിന്റെ അപ്പുറത്തേക്ക് ഡൽഹിയിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസും ആം ആദ്മിയും ഒന്നിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സഖ്യകക്ഷിയായ ആം ആദ്മിയുടെ നേതാവ് അറസ്റ്റിലായിരിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ അവിടെ കാണുന്ന പ്രതിഷേധത്തിൽ AAP മാത്രമേ ഉള്ളൂ, എന്തുകൊണ്ട് കോൺഗ്രസ് ഇല്ല എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉയരും. നമ്മൾ തെറ്റായി കാണുന്നതാണ്. ഞങ്ങളുടെ PCC പ്രസിഡന്റും തന്നെ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ബൈറ്റ് ഇപ്പൊ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ PCC പ്രസിഡന്റ് സന്ദീപ് ദീക്ഷിത്, അതുപോലെ തന്നെ മുൻ PCC പ്രസിഡന്റ് സുഭാഷ് ചോപ്ര, എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഇനിയുള്ള പ്രതിഷേധം ഏതു തരത്തിലായിരിക്കും? ഇന്ത്യ മുന്നണിയുടെയും പ്രതിഷേധാദികൾ അത് തീരുമാനിക്കും ഇന്ത്യ മുന്നണി. ഈ കാര്യത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന നിയമങ്ങൾക്കെതിരായ ശക്തമായ പ്രതിഷേധത്തിൽ ഞങ്ങൾ മുന്നോട്ടുണ്ടാവും. സംശയം വേണ്ട, ഇതിന് കീഴടങ്ങുന്ന പ്രശ്നമില്ല. ശരി, നന്ദി ശ്രീ കെ സി വേണുഗോപാൽ പ്രതികരിച്ചതിന്. മിഥുൻ, ഇതാണ് മുന്നണിക്കകത്തു നിന്ന് ഇവർ പ്രതിഷേധിക്കുന്നു, കോൺഗ്രസ് പ്രതിഷേധിക്കുന്നു. ഡൽഹിയിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. വെല്ലുവിളിക്കുകയായിരുന്നു കഴിഞ്ഞ